ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഒരു വേദഭാഗം വായിച്ച് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 3-ാം തിരുവചനം വായിക്കാൻ പോവുകയാണ്. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. അതായത് ഈ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ശിഷ്യന്മാർ കർത്താവിനെയും വിളിച്ചുകൊണ്ട് ദൈവാലയം വിട്ട് പോകുമ്പോൾ, ഒന്നാം വാക്യം അങ്ങനെ വേണം, ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണികൾ കാണിച്ചു കൊടുക്കുകയാണ്. യെരുശലേം ദൈവാലയം ഈ പണികൾ കാണിച്ചു കൊടുക്കുമ്പോൾ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദൈവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം കാണുന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണികളും അതിൻ്റെ വർണ്ണാഭംഗികളും ഒക്കെ കാണുന്നില്ലയോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം 24-ാം അധ്യായം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലും വ്യത്യസ്ത നിലവാരത്തിലും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ എടുത്തൊരു പ്രസംഗം നടത്തി ആരും പോകാറില്ലാത്തതുകൊണ്ട് പലർക്കും അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാം. ചിലപ്പോൾ നമ്മൾ ചർച്ചോക്രേസിൽ പഠിപ്പിക്കുന്ന പഠനത്തിന് വിരുദ്ധമായിട്ടാണോ ഇത് പറയുന്നത് എന്നും തോന്നാം. അപ്പോൾ ഇങ്ങനെ ഒക്കെ തോന്നാമെങ്കിലും വചനത്തിലുള്ളത് മാറ്റാൻ പറ്റില്ലല്ലോ പ്രിയമുള്ളവരെ. അവിടെ അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണല്ലോ, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ ഒരു വെച്ച് കർത്താവിനോട് പറയും. അപ്പോൾ ഈ പറയുന്ന ദൈവാലയം കല്ലുമേൽ ഇടിയാതെ കല്ലുമേൽ കല്ല് ചെടിക്കാതെ പോകുമെന്ന് പറയുമ്പോൾ ഇടിഞ്ഞു പോകും, അല്ല ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ചെടിക്കാതെ പോകുന്ന പറയുന്നത്. അതെങ്ങനെയാണ് ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ചെടിക്കാതെ? കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഏകദേശം AD 70 തീത്തോസിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചു. ഏത്? കർത്താവ് പറഞ്ഞാൽ ഈ ദൈവാലയം എന്തുണ്ടായി? കാളകളെ ഉഴുതും കൊണ്ടെന്ന് ആടിച്ച് നിരത്തി അതിൻ്റെ കല്ലുകൾ 1000 ടണ്ണും 500 ടണ്ണും തൂക്കം വരുന്നതായ കല്ലുകൾ വെച്ച് പണിതുയർത്തിയ യെരുശലേം ദേവാലയത്തിൻ്റെ പണി പൂർണ്ണമായും തകർത്ത് ഉരുക്കിക്കളഞ്ഞ് തീയിട്ട്. അറിയാമോ, ആ കാലയളവിൽ നമുക്കറിയാം ഈ ഉണ്ടാകുന്ന ആ യുദ്ധത്തിലും ആ പ്രവൃത്തിയിലും 10 ലക്ഷം പേര്, 11 ചിലർ പറയുന്നത്, ഏതാണ്ട് 12 ലക്ഷം പേര് കൊന്ന് ടൈറ്റസ് കൊലപ്പെടുത്തി അവരുടെ രക്തം അത് കുഴികളിലൂടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുമ്പോൾ ആ രക്തത്തിലെ ഒഴുവഴുപ്പ് കാരണം കുതിരയുടെ കാൽ ആ കടിഞ്ഞാണോളം അത് മുങ്ങി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ കടിഞ്ഞാണോളം പൊങ്ങി ആ രക്തത്തിൽ കിടക്കുന്നതായ അവസ്ഥ. അതിന് ശേഷം ഈ കല്ലുകളൊക്കെ ഇടിച്ച് കളഞ്ഞ് അത് നിരത്തി അത് അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുപോലെയാക്കി തീർത്തുകൊണ്ടേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു അതെപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോൾ കർത്താവിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
പറയുന്നത് ഇതാണ്, ഞാൻ ക്രിസ്തു. തൊട്ടവാക്യം പറയുന്നു, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. വിശ്വാസികളെ ആദ്യം തെറ്റിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികളെ തെറ്റിക്കുവാനായിട്ട് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരിലൂടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്നും അത് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ വ്യക്തിക്ക് അതായത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ അത് വചനത്തിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ടും ഓരോന്ന് കാണിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങോട്ട് വീഴും, എങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് വീഴും, മുമ്പോട്ട് തള്ളിയാൽ മുമ്പോട്ട് വീഴും, പുറകോട്ട് തള്ളിയാൽ പുറകോട്ട് വീഴും. ഇതെന്തിനും വീഴാൻ പോകുന്ന ആരോഗ്യമില്ലാത്തവരാണ് പോണേ. എൻ്റെ മകൻ അധികം വിശ്വാസത്തിലേക്ക് കടന്നത് വരാം. സ്നാനം കേൾക്കാൻ മടിക്കുന്നതും അതിലേക്ക് വരാൻ മടിച്ചതും ഈ ഒരു ഭാഗങ്ങൾ കണ്ടിട്ട് പലപ്പോഴും ഇത് പിന്നെ യൂട്യൂബിലും മറ്റിടത്തൊക്കെ നോക്കുമ്പോൾ ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, പച്ച മലയാളത്തിൽ വചനം കർത്താവ് പറഞ്ഞ വചനമാണ് ഇവിടെ ഘോഷിക്കുന്നത്. ഇവിടെ മറിച്ചിടലും തിരിച്ചിടലും എന്നിട്ട് ഓടിക്കോ എന്ന് പറയലും ഉള്ള കാശ് മുഴുവൻ പിരിച്ച് സഞ്ചിയിലാക്കി വെച്ച് നിങ്ങൾക്ക് 10 മടങ്ങ് കിട്ടുമെന്ന് പറയലും അല്ല ഇവിടുത്തെ ഉദ്ദേശം. ക്രിസ്തു എന്തിനായി ഭൂമിയിൽ വന്നുവോ ആ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രിസ്തു വന്ന കാലഘട്ടത്തിൽ രോഗങ്ങൾ മാറി. ഇപ്പോൾ മാറില്ലെന്നൊക്കെ ആയിരിക്കും ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർത്തു തരാം. രോഗങ്ങൾ മാറും. ഡോക്ടറെ കാണാൻ മരുന്ന് കഴിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്ന് നടന്ന പോലെയുള്ള അത്ഭുതങ്ങളും സിദ്ധികളൊന്നും അല്ല സംഭവങ്ങളിൽ വരുന്നത്. എന്തോ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സംഭവിച്ചതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ആ ഒരുത്തൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള ജലപതകളെയും നിൽക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവിന് അസാധ്യമായതൊന്നും തന്നെ ഇല്ല. ഞാൻ കേൾക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണ്ട. എന്തായാലും ഇവിടെ ഒരു കാര്യം ഓർക്കുക, ശിഷ്യന്മാർ ചോദിച്ചത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവ് എപ്പോഴാണ്, ലോകാവസാനം എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുകയാണ്. വരവ്, ലോകാവസാനം, ഇത് ഒക്കെയാണ് ചോദിക്കുന്നത്. അതിന് അടയാളം കൊടുക്കണം. ഈ പറഞ്ഞത് എപ്പോഴാണ് സംഭവിക്കണേ? അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞു, യെരൂശലേം ദേവാലയത്തിൻ്റെ ആ വീഴ്ചയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. ഇനി തുടർന്നാണ് ഇനിയുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. യുദ്ധങ്ങൾ നിങ്ങൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കേൾക്കും. ഇതിപ്പോൾ എത്രയോ കാലം മുമ്പ് കേൾക്കണം. എല്ലാ കാലത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും അതിശക്തമായ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നു, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല, ലോകാവസാനമല്ല എന്നാണ് കർത്താവ് തന്നെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, അവസാനമല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജാതി ജാതിയോടും, ഏത് ജാതി ജാതിയോട്, ജാതി ജാതിയോടും, രാജ്യം രാജ്യത്തോടും എതിർക്കും. ഹിന്ദുക്കൾ ഹിന്ദുക്കളോട് എതിർക്കും, മുസ്ലിമിനോട് എതിർക്കും, ക്രിസ്ത്യാനിയോട് എതിർക്കും. ഇതിന് യാതൊരു സംശയവും വേണ്ട. ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദുക്കളോട് എതിർപ്പുണ്ടോ? ഇല്ല. മുസ്ലിമിനോട് എതിർപ്പുണ്ടോ? ഇല്ല. എവിടെയാണ് എതിർപ്പ്? ആ ക്രിസ്ത്യാനിയോട് തന്നെയാണ്. ഇത് തന്നെയാണ് കർത്താവും പറഞ്ഞത്. മാറ്റമില്ല. ഉണ്ടോ? ക്രിസ്ത്യാനിക്ക് എപ്പോഴും ക്രിസ്ത്യാനിയോട് തന്നെയാ. ഇത്ര വിവാഹങ്ങൾ ഉണ്ടായത് എങ്ങനെയാ? ഈ എതിർപ്പ് മൂലം. എതിർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? 2000 പിരിഞ്ഞു, പിന്നെ എതിർത്ത് കഴിയുമ്പോഴോ 4000 പിരിഞ്ഞു, പിന്നെ എതിർത്ത് കഴിയുമ്പോഴോ 8000 പിരിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 3000-4000 സഭയുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വന്നു? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ രാജ്യം ഇവിടെ പറയുന്നത് എന്താണ്? 4-ാം വാക്യം. അത് 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വരും, തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ എന്നാണ്. യുദ്ധങ്ങളുടെ ഒരു പ്രത്യേകത, അത് ഒരു യുദ്ധം വരുമ്പോഴുള്ള പ്രത്യേകതയെപ്പറ്റി ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചാണ്. എന്നിട്ട് പറയാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ട്.
ഒരു ജാതി ജാതിയോട് എതിർത്തോടി, രാജ്യം രാജ്യത്തോട് എതിർത്തോടി. ഇപ്പം മുസ്ലിം രാഷ്ട്രങ്ങൾ മുസ്ലിം ഇതിനോട് തന്നെ എതിർക്കുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഇരിക്കുക. ഇപ്പോൾ അത് കുറച്ച് മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുമ്പേ ഹമാസും അത് ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ. ഈ യുദ്ധം നടക്കുമ്പോൾ എന്തോരം പേര് മരിച്ചു വീഴുന്നു. സംഗതി ചെറിയ ഒരു കാര്യമായിരിക്കാം. അവർ യുദ്ധം നടത്തുന്നത് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാ ഇത്രയും വലിയ വിഷയത്തിൽ പോകണം, ഉണ്ടായിട്ടിരുന്നാൽ പോരെ, അത് കുറച്ച് പോയാൽ പോട്ടെ എന്ന് വെച്ചാൽ പോരെ എന്നൊക്കെ. അതല്ല, ഇത് ദൈവ നിയോഗം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിളിലേക്ക് തന്നെ കടന്നു. ഇത് ദൈവനിയോഗം നിവർത്തിച്ചേ മതിയാവും. അപ്പം യുദ്ധം തുടങ്ങുമ്പോൾ രാജ്യത്തോട് എതിർക്കുകയാണ്. അവിടെ യുദ്ധങ്ങളുണ്ട്, ക്ഷാമങ്ങളുണ്ട്. യുദ്ധം നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പട്ടിണിയിലേക്ക് ഒരു രാജ്യം കടന്നു വരുന്നു. ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ അതിഗൗരവമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് അത് പിന്നീട് സമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ക്ഷാമമാണ്. രണ്ടാമത് നടക്കുന്നത് ക്ഷാമം മാത്രമാണോ? എന്താണ് നടക്കുന്നത്? ക്ഷാമം ഉണ്ടാവും, പിന്നെ കഞ്ഞിക്ക് വഴിയില്ലാണ്ടാവും എന്നുള്ള ഒരു സത്യം. ഭൂമി കുലുക്കും അതും ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയണം അവിടെ. എന്നിട്ട് പറയുകയാണ് ക്ഷാമം. പിന്നെ മറ്റൊന്ന്, യുദ്ധങ്ങൾ അതികലാശമായി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് രോഗങ്ങളാണ്. എന്താണ് രോഗം? നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ ഞാൻ പറയാം. അത് എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. അത് നമുക്ക് ഈനാമ്പച്ചീനെ പിടിച്ചിട്ട് കോവിഡിൻ്റെ ഇത് കണ്ടെത്തി അവർ മറ്റുള്ള രാജ്യത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി അത് ചെയ്തതായ സംഭവത്തിൽ ഒന്ന് മനസ്സിലാക്കുക. എന്തിനായിരുന്നു അത്? സ്പ്രെഡായി കഴിഞ്ഞ് ആ രാജ്യത്തിൻ്റെ കയ്യിൽ നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യയിലും ഈ കേരളത്തിലും അത് സംഭവിച്ചു. യുദ്ധത്തിന് വേണ്ടി കരുതിയേക്കുന്നതാ. അപ്പം രോഗങ്ങൾ, മഹാരോഗങ്ങൾ, വ്യാധികൾ കടന്നു വന്ന് നമ്മളെ അത് വേട്ടയാടുകയോ. വന്നു പെട്ട ഒരു രോഗവും അത് പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് വന്നാൽ എന്നെ നിങ്ങളെയൊക്കെ സംരക്ഷിച്ചു. ഇതുവരെ എന്തായാലും ആർക്കും നടക്കട്ടെ. അത് വല്ലാതെ വായിച്ചായിരുന്നെങ്കിലോ, ആർക്കും അങ്ങനെ വന്നിട്ട് വല്ലാതെ വായിച്ചാലോ എത്രയോ പേര് ഈ ഭൂമണ്ഡലം വിട്ടുപോയി. നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യാധി നമ്മളെ വന്നു പിടിച്ചാൽ, ഒരു രോഗം നമ്മളെ വന്നു പിടിച്ചാൽ നമ്മളെ രോഗികളാക്കി തളർത്തിക്കളയും. യുദ്ധത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ഒരു പ്രശ്നമാണ്. ഭക്ഷിക്കാനില്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നമുക്ക് രോഗങ്ങളുടെ അധീനതയിലേക്ക് നമ്മൾ ന്യൂക്ലിയർ ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ പലപ്പോഴും ആ ജനം എത്രയോ അവയവങ്ങൾക്കും എല്ലാം കേടുപാട് പറ്റി, തകരാറ് പറ്റി മുന്നോട്ട് പോകുന്നു. പലപ്പോഴും ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ? പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ഇവ നെതന്യാഹുവിനോട് ഞാൻ പോയിട്ട് പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങേര് സമ്മതിക്കുമോ? അത് ശരി, എൻ്റെ രാജ്യത്ത് അത് അങ്ങേര് പറയുന്നത് എന്നാ വെച്ചാൽ ഇന്നാളെ തട്ടിയിട്ടേ ഇരിക്കുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഓരോ രാജ്യക്കാരും അവരുടേതായ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇവിടെ യുദ്ധങ്ങളും ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമം ഉണ്ടാകും. ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ എന്താ ഭൂകമ്പം? ഇതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ, അതിപ്പോൾ ഒരു മൃഗമായാലും പ്രസവിക്കുമ്പോൾ അതിന് മുമ്പാടെ ഉള്ള വേദന പോലെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ഈ സംഭവിക്കുമ്പോഴൊക്കെ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ, വരാൻ പോകുന്നേ ഉള്ളൂ വലുത് എന്നാ. ഇത് ആരംഭമാണെങ്കിൽ അതിൻ്റെ അവസാനം എന്താണ്? ആ അവസാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പ്രിയമുള്ളവർ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം. അപ്പോൾ ഇവിടെ ഭൂകമ്പം അവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയട്ടെ,
ഇവിടെ അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന നെതന്യാഹു അത് ഇപ്പോൾ യുദ്ധത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഘട്ടം മൂന്നാം ലോകമഹാ യുദ്ധത്തിലേക്ക് കടന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുന്ന സംഭവമാണ് വരിക. ലോകരാജ്യങ്ങളെല്ലാം അത് അതികഠിനമായ രോഗത്തിലും പട്ടിണിയിലും പ്രയാസത്തിലും പോകേണ്ടി വരും. ഇത് ബാഹ്യമായി ഉണ്ടാകുന്ന കാര്യമായിട്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഭൂകമ്പം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല. സുനാമി വന്നപ്പോൾ 4 ലക്ഷം പേരെ ഒറ്റയടിക്ക് എടുത്തിട്ട് പോയി. ദൈവത്തിൻ്റെ പടകളായ ദൂതന്മാരെ ഇറക്കി അത് പടവെട്ടുമ്പോൾ ആ യുദ്ധത്തെ എതിർക്കാൻ ഒരു ശക്തിക്കും ഒരു രാജ്യത്തിനും കഴിയില്ല. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. ഹഗ്ഗായിയുടെ പ്രവചനം എടുക്കുമ്പോൾ 2:6 വരുമ്പോൾ അവിടെ അത് കടലിലെ ഓളം കൊണ്ട് പരിഭവപ്പെട്ട ആളുകൾ നിൽക്കുകയാണ്. അവിടെ നോക്കൂ, അതെ ഒരു പാടെ ഒരു ജനത്തെ തമിഴ്നാട് ഇഴുത്തിട്ട് പോയി മരിച്ചുപോയി. കണ്ടോ? അപ്പോൾ അതിൽ കൂടെ വരുന്ന ഒരു യുദ്ധം നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമാണ്. ഇവിടെ നടക്കുന്ന യുദ്ധങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒന്നാമതായിട്ട് വ്യോമസേന, ആകാശത്തിലൂടെ യുദ്ധം. രണ്ടാമത് കരസേന, കരയിലൂടെയുള്ള യുദ്ധം. 3 കടൽ സേന, കടലിലൂടെയുള്ള യുദ്ധം. ഈ 3 യുദ്ധങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ അതാ നോക്കുക, കർത്താവിൻ്റെ ദൂതന്മാരുമായി വരുന്ന ഒരു പടവെട്ടലും ഒരു യുദ്ധമുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഇസ്രായേൽ അത് പരാജയപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ അവസാനം ആ പരാജിതനായി എന്ന് വരുന്ന ഘട്ടത്തിൽ ഈ 3 വിധത്തിലും യുദ്ധം ഈ ഇസ്രായേലിനോടുകൂടെ കടന്നു വന്ന് അപ്പോഴാണ് കർത്താവിൻ്റെ വരവ്. അപ്പോഴെ പ്രത്യേകതയായിട്ട് നോക്കണം. ഇത് നമ്മുടെ പഠനം കൊണ്ട് ഇത് പറയുന്നില്ല. നമ്മുടെ പഠനം കൊണ്ട് കർത്താവ് വരുമ്പോൾ എല്ലാം തീർന്നു. അതതിനെ വിളിക്കുന്നത് പത്രോസിൻ്റെ ലേഖനത്തിലെ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗത്ത് പറയുന്നത് ഭൂമിയും ഭൂതലവും കത്തി അഴിയും. കർത്താവിൻ്റെ ദിവസമോ കടലിനെ പോലെ വരും. അന്ന് ആകാശം കൊടുകുലക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. പ്രിയമുള്ളവരെ, വേദവചനം പഠിക്കുമ്പോൾ ആ ഒരു ഭാഗം പഠിച്ചുകൊണ്ട് നമുക്കൊരു പുസ്തകം നടത്താൻ പറ്റില്ല. സത്യത്തിനത് പറയുവാനുള്ള കാരണം എന്താണ്? കുറേ ആളുകൾ, ചെറുപ്പക്കാർ, എന്തേ കർത്താവ് പറയുന്നേ, കർത്താവ് വന്നില്ലെന്ന് പറയായിട്ട് അങ്ങനെ പരിഹസിക്കുന്നവരോടുള്ള ആ പരിഹാസികളോടുള്ള ബന്ധത്തിൽ പത്രോസ് പറയുകയാണ്. അത് പൊതുവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിനെടുത്തുകൊണ്ട് ഇത് സ്ഥാപിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയല്ല വേണ്ടത്. അത് ബൈബിളിൻ്റെ അജ്ഞതയിലും അറിയാൻ പാടില്ലാത്തതുകൊണ്ടും പറയുന്നു എന്ന് വേണം മാത്രം കരുതാൻ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഇവിടെ പഠിപ്പിച്ചു ആ ഒരു രീതിയിൽ പഠിപ്പിച്ചു അതങ്ങനെ കേട്ടോ. അതിന് ഒരു കർത്താവിൻ്റെ ദിവസം 1000 ദിവസം, ഒരു 1000 സംവത്സരം ഒരു ദിവസം പോലെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാവുന്ന രീതിയിലാണ് ആ കാര്യം പറയുന്നത്. എന്തുവാകട്ടെ, ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 3 വിധത്തിലുള്ള യുദ്ധങ്ങൾ കടന്നു വന്ന് ആര് ജയിക്കും? ഇവിടെ നടക്കുന്ന സകല യുദ്ധത്തെയും ഇവിടെയുള്ള സാമഗ്രികളല്ല, ആകാശത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സാമഗ്രിയുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ വെച്ചിരിക്കുന്ന സാമഗ്രിയുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് അത് സാധ്യമല്ല. അതിനെ തടയാൻ കടലിലൂടെ കടന്നു വരുന്ന സുനാമി പോലെയുള്ള സംഭവങ്ങൾ കടന്നു വരുമ്പോൾ അത് മനുഷ്യർക്ക് സാധ്യമല്ല. സാധിക്കുമായിരുന്നെങ്കിൽ 4 ലക്ഷം പേര് നഷ്ടപ്പെടുമായിരുന്നു. എൻ്റെ ഒരു ചോദ്യം, 4 ലക്ഷം പേര് നഷ്ടപ്പെടുമായിരുന്നു? ഒരാൾ പോലും നഷ്ടപ്പെടില്ലായിരുന്നു. പ്രിയമുള്ളവർ, അതെ, ഇവിടെ കരസേനയായിട്ട് ആ യുദ്ധം നടക്കുമ്പോൾ അത് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോരക്ക് പുത്രന്മാരെ എന്ത് ചെയ്തു? പിളർന്ന ഭൂമി വീങ്ങിക്കളഞ്ഞു. അപ്പൊ കർത്താവിൻ്റെ ദിവസത്തിലും അത് ഈ ഭൂമിയിലുള്ള ആ കര യുദ്ധത്തില് അത് സകലരെയും നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ഞാൻ ഒരു ചുരുക്കം വാക്കുകൾ പറഞ്ഞു നോക്കും. ഇവിടെ വീണ്ടും കടന്നു വരാം. എന്നിട്ട് പറയുന്ന എന്ന് 12 കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കാൻ പറ്റിയ സന്ദർഭമാണല്ലോ. ആകെ പ്രശ്നങ്ങൾ, ആകെ കോടാലിയായി കിടക്കുക, ആകെ വിഷമിച്ചിരിക്കുക, പട്ടിണിയായിരിക്കുക, രോഗത്തിൻ്റെ പിടിയിൽ കിടക്കുക, മറ്റുള്ള വിഷയങ്ങളൊക്കെ വന്ന് പെട്ട് കഴിയുമ്പോൾ ഒരുത്തനെ തെറ്റിക്കാൻ എത്രയും എളുപ്പമാണ്. അതായത് അവനെ അതല്ല ശരി, ഇതാണ്ട ശരി എന്നും പറഞ്ഞു. കള്ളപ്രവാചകന്മാർ പലരും വന്നവരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു. ഇപ്പം എന്ത് സ്നേഹമായിരിക്കണം? സ്വന്തം വീട്ടിലേ ഇല്ല സ്നേഹം. ഇപ്പം ആകെയുള്ള സ്നേഹം എന്ന് പറഞ്ഞത് തന്നെ ജയിക്കുക.
നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവേറ്റില്ലെങ്കിൽ അത് എത്രയും വേഗം ഉണക്കാൻ നോക്കാം. മറ്റുള്ളവരുടെ ശരീരത്തിൽ മുറിവേറ്റില്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. എരികോവിലൂടെ കടന്നു പോയ പുരോഹിതം കടന്നു പോവുക. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അവിടെ പറയുന്നു ഇതെന്തുകൊണ്ടാണ്? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോയോ. സ്നേഹമില്ല, ആർക്കും ആരോടും കടപ്പാടില്ല, പ്രതിബദ്ധതയില്ല. അങ്ങനെ സ്നേഹം തണുത്തു പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? അധർമ്മം പെരുകുകയാണ്. ഇവിടെ പറയുന്നു. വന്നിട്ട് പിന്നെ അന്യോന്യം, അതെ, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പാക്കുകയും ചെയ്യും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചേട്ടനാണെന്നൊന്നും നോക്കില്ല. എൻ്റെ സ്വാർത്ഥ താല്പര്യം വെച്ച് ചേട്ടനെയായാലും പിടിച്ചോട്ടെ എന്ന് വെച്ചാൽ അത് അവിടെയുണ്ട്, ചേട്ടനുണ്ടെന്ന് പോലീസുകാരോട് പറയുക. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഏൽപ്പിച്ചു കൊടുക്കില്ല? നമ്മളെ തന്നെ, നമ്മളുടെ സ്വജാതിയെ തന്നെ തള്ളി ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് എന്ത് പറയുകയാണ് അവിടെ പറയണത്? എന്നാൽ അത് അധർമ്മം പെരുകയാണ്. അധർമ്മം പെരുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്താണ് നടക്കുന്നത്? കളവ് നടക്കും, അതുപോലെ പലവിധമായ പ്രശ്നങ്ങൾ നടക്കും. ആ ഈ യുദ്ധവും ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നിചരമായിട്ട് കാണരുത്. അതിന് എല്ലാം നടക്കും അധർമ്മം പെരുകുന്നത് കൊണ്ട്. എന്നിട്ട് പറയാണ്, എന്നാൽ ദാനിയേൽ അല്ല അവിടെ 13 വാക്യം പറയാം, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പല ക്രിസ്ത്യാനിയും വിചാരിച്ചേക്കണേ, നമ്മളിവിടെ കിടന്ന് കുറേ സഹിച്ചു നിന്നാൽ രക്ഷിക്കപ്പെടുമല്ലോ എന്ന് വിചാരിക്കണം. അതല്ല നമ്മളോടുള്ള ബന്ധത്തിലോ. ഈ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. അത് യുദ്ധങ്ങൾ അതികൊടുമ്പിരി കൊണ്ട് വരുമ്പോൾ ആ യുദ്ധത്തിനിടയിൽ അത് സഹിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന്. അത് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി എന്ത് ചെയ്യും? ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഭൂലോകത്തിലൊക്കെയും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുമ്പോൾ അത് അപ്പോസ്തലനായ പൗലോസ്, അത് നമുക്കറിയാം, ഈ ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു തൻ്റേതായ പ്രസംഗവേദിയിൽ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും, അപ്പോൾ അവസാനം വരുമെന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ അവസാനം വരുന്നത് എപ്പോഴാന്ന് മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ താണ്ടിയിട്ടാണ് ഇവിടെ അവസാനം വരുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞ ഭാഗങ്ങളല്ല, പിന്നീടും കടന്നു പോകാറുണ്ട്. കടന്നു പോകുമ്പോൾ അവിടെ വയലിലുള്ളവർ, അന്ന് യഹൂദിൽ ഉള്ളവർ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. എന്ത് വായിക്കുന്നവൻ? ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ 15 വാക്യം പറയുകയാണ്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അത് അവിടെ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവർ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും ഉറവിടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. വീണ്ടും പറയുകയാണ്, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക ആരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാത്തതും ആയ വലിയ ഘട്ടം വന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു വൃതന്മാരും എന്ത് ചെയ്യില്ല, രക്ഷിക്കപ്പെടും. ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പോകണ്ട. അതിനൊരു അടയാളം തന്നിരിക്കുകയാണ് കർത്താവ്. എന്താണ് അടയാളം? കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പോകാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഈ കാലഘട്ടം അതിൻ്റേതാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴോ ആകയാൽ നിങ്ങളോട് അതാ മരുഭൂമിയുള്ളവൻ
എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ, അതിന് ഇത് പറഞ്ഞിരിക്കുക, മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങിക്കൊണ്ടിരിക്കും ഇവിടെ. എന്നിട്ട് പറയാണ്, വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതിനൊരു ഉദാഹരണം പറഞ്ഞ്, ശവങ്ങളുള്ളിടത്ത് കഴിക്കൽ കൂടും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോവുകയാണ്, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ അത് ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവും. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ വരവിൽ ആ യുദ്ധത്തിൽ ആകാശത്തിലെ ശക്തി എന്ത് ചെയ്യും? ഇളകിപ്പോവും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് നിന്ന് വിളവും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. കുത്യവങ്കലേക്ക് നോക്കുന്ന സന്ദർഭമായിരിക്കും. അതായത് പ്രവൃത്തി 11:11 വാക്യത്തിൽ അവിടെ പറയുന്ന, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ പോയതുപോലെ മടങ്ങി വരും. അത് പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ഈ കുന്തം കൊണ്ട് കുത്തിയതും അത് ആ രക്തപ്പാടുകളോട് കൂടി യഹൂദന്മാർക്ക് കാണുമ്പോൾ അതെ, ഞങ്ങളാണ് യേശു ക്രിസ്തുവിനെ ഇപ്പാടുകൾ വരുത്തിയത് എന്ന് ഓർക്കത്തക്ക വിധം, അവരുടെ കണ്ണുകൾക്ക് കാണത്തക്ക വിധം അത് മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും പറയുക. 27 കഴിഞ്ഞിട്ട് മിന്നൽ മനുഷ്യപുത്രൻ്റെ വരവാകും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്തിലെ ശക്തി ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് നിന്ന് വിളവും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാർ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേരും. വിശ്വാസികളായിരിക്കുന്ന ആരെങ്കിലും ആ ഘട്ടത്തിൽ ഭരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസികളെ എവിടെയുണ്ടോ, ഏത് സ്ഥലത്തുണ്ടോ, കടലിലൂടെ യാത്ര ചെയ്യണോ, അവിടെ നിന്ന് കൂട്ടിവരുത്തും. ആകാശത്തിലൂടെ യാത്ര ചെയ്യുകയാണോ, അവിടെ നിന്ന് കൂട്ടിവരുത്തും. അത് ഭൂമിയുടെ അടിഭാഗത്ത് എന്തെങ്കിലും രീതിയിൽ നിൽക്കുകയാണോ, അവിടെ നിന്ന് കൂട്ടിവരുത്തും. 4 ദിക്കിൽ നിന്നും അവരെ കൂട്ടിച്ചേർക്കും. കാരണം ദൈവം അത് ആ കർത്താവിൻ്റെ വരവിൽ ഇവർക്കൊരു അഭയം കൊടുക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, വീണ്ടും ഞാൻ തന്നെ പറയണമല്ലോ. എല്ലാം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോൾ പലർക്കും ഇതെന്തിനാണ് ആംഗലേയക്ക് നോക്കിയ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, പ്രവൃത്തി 11:11 പറയുന്നത് അതാണ്. ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പറയുമ്പോൾ ഇത് പ്രാരംഭത്തിൽ ഒരു വാഴ്ചയെ സംബന്ധിച്ച് അത് കർത്താവിനുണ്ടായിരുന്നില്ല. ദൈവത്തിനൊരു പ്ലാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. അത് ആ വാഴ്ച അത് തിരസ്കരിക്കുകയാണ്. യൂദ പറഞ്ഞു, രാജാവാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നില്ല. മറിച്ച് ഒരു അക്ഷരീയമായ വാഴ്ച ഉണ്ടെന്നൊരു വിഭാഗം പഠിപ്പിക്കുന്നു. അക്ഷരീയമായ ഒരു വാഴ്ച ഒന്നുമില്ല, തന്നെ അല്ല അങ്ങനെ വരുന്നു, ഈ ഏകവാക്യം കൊണ്ട് അങ്ങനെയും പറയുന്നു. എന്നാൽ ഒരു അക്ഷരീയമായ ഒരു വാഴ്ച ഉണ്ടെന്ന് ദൈവവചനത്തിൽ പല ഭാഗത്തും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും യഹൂദന്മാരെ ദൈവം എന്ത് ചെയ്യുന്നില്ല, കൈവിടുന്നില്ല. യഹൂദന്മാരെ ഒരിക്കലും കൈവിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. മുമ്പേ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ഒരു കാര്യമുണ്ട്. ജാതികളിലേക്ക് തിരിഞ്ഞ് അവരെല്ലാം അത് കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യഹൂദന്മാരെല്ലാം ആരും അത് കൈക്കൊള്ളാതെ വന്നു. എന്നാൽ യഹൂദന്മാർക്കൊരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഏലിയാവിൻ്റെ കാലത്ത് അത് ദൈവത്തിൻ്റെ ഒരു നിത്യ പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏലിയാവിൻ്റെ കാലത്ത് 7000 പേർ ബാലിന് മുട്ടുകുത്താതെ അത് നിന്നതുപോലെ ഇവിടെ ഒരു ശേഷിപ്പ് ഉണ്ട് എന്നുള്ളത് വചനം പറയുക. ഞാൻ അതായത് ഈ പഠിപ്പിക്കുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റുന്നതിനെ പറയാൻ കഴിയുള്ളൂ. റോമാലേഖനം വിളിക്കാം, അവിടുത്തെ അതിൻ്റെ 11 അധ്യായം എടുക്കുമ്പോൾ അവിടെ പറയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു പോ എന്ന് ഞാൻ ചോദിക്കുന്നു. പൗലോസ് പറയുന്ന കാര്യം ഒരു നാളും ഇല്ല.
ദൈവത്തിൻ്റെ വചനം പറയാണ് ഒരു നാളും ഇല്ല എന്ന് പറഞ്ഞാൽ യഹൂദ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിനല്ലയോ എന്ന പൗലോസ് പറയുന്നത്. ഒരു നാളും തള്ളിക്കളയില്ലെന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് അതിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് എന്താണ് എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? വാലിന് മുട്ടുകുത്താത്ത 7000 പേര്, വാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ സ്വന്തം ജനമായ യഹൂദന് അത് ശേഷിപ്പിച്ച് ഇരിക്കുന്നുണ്ട്. അത് അവർ രക്ഷയിലേക്ക് കടന്നു വരും, യാതൊരു സംശയവുമില്ല. ആ 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് പറയാണ്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഇപ്പോൾ കൃപയാലുള്ള ആ തിരഞ്ഞെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം കേൾക്കുമ്പോൾ കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറയുന്നു. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, ഇസ്രായേൽ താൻ തിരിഞ്ഞത് പ്രാപിച്ചില്ല എന്ന് കാണുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്കത് ഏറ്റെടുക്കാൻ കഴിയാതെ വന്നത്. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരിതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 3 കൊടുത്തതെന്നാണ് പറയുന്നത്. വീണ്ടും ദാവീദ് പറയുന്ന കാര്യം പറയുന്നു. അത് ഇവിടെ ഓരോന്നും വായിച്ചു വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ രക്ഷ രക്ഷപ്പെടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ ആ കുത്തിവെങ്കിലേക്ക് നോക്കും, എല്ലാം അങ്ങനെ ഇസ്രായേൽ ജനം മൊത്തമായി രക്ഷിക്കപ്പെടും. റോമാലേഖനത്തിൻ്റെ ആ പൊതു സ്വഭാവം പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കാതിരിക്കില്ല. ഇപ്പോൾ ഇവിടെ നെതന്യാഹു നടത്തുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല, അതൊക്കെ വേറെ പോയിന്റുകളിലേക്ക് പോകും കാര്യങ്ങൾ. അത് നെതന്യാഹു ചെയ്യുന്നതല്ല, വേറെ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഇങ്ങനെ നടക്കും. ഇതെല്ലാം കൂടിക്കലങ്ങി ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പ്രിയമുള്ളവരും, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് അതിൻ്റെ അവസാനം സംഭവിക്കുന്നത് എന്താ? 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 37 വേദഭാഗത്ത് വരുമ്പോൾ 25-ൻ്റെ 37 മുതലുള്ള ഭാഗത്ത് വരുമ്പോൾ ചെമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കും. ചെമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കും. എന്നിട്ട് പറച്ചിലുണ്ട്, ചെമ്പരിയാട് എവിടെ പോയി കിടക്കും, കോലാട് എവിടെ പോയി കിടക്കും. ഈ കാര്യമാണ് അവിടെ വിളിക്കുന്നത്. അതിൽ കുറേ പക്ഷിപ്പാന്തെന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ 25-ാം അധ്യായം വീണ്ടും ഇരുന്ന് വായിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഇനി കുറേ വായിച്ചു പഠിക്കുക. അതാണ് ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ആ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ആ നൊലുവരെ ഇരിക്കുമ്പോൾ ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പണി നോക്കാൻ പറഞ്ഞു. പണി നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിചാരിക്കാതെ കല്ലുമേൽ കല്ല് ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അത് ഇടിഞ്ഞു പോയി ടൈറ്റേഷൻ്റെ കാലത്ത് അത് ഇടിച്ചു കളഞ്ഞു, നിരപ്പാക്കി കളഞ്ഞു. നമുക്കറിയാം, വീണ്ടും അങ്ങനെ ഒരു യെരൂശലേം ദേവാലയം പണിയാൻ, അതിലും മേന്മയുള്ളത് പണിയാൻ, അത് അവിടെ എല്ലാ കല്ലുകളും കൊത്തിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ നമ്മൾ വിചാരിക്കുന്നത് ചില്ലറക്കാരല്ല അവരാ ഇവിടെ ദൈവാലയം പണിയാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാം അവിടെ ഒരു ദൈവാലയം പണി നടക്കും. അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ആടിനെയാണോ ഇറക്കണേ, കോഴീനെയാണോ ഇറക്കണേ, പോർക്കിനെയാണോ ഇറക്കണേ എന്ന് പറയാൻ പറ്റില്ല. ആശാരം ഒഴുകിട്ട് വരുന്ന എല്ലാ സംഭവങ്ങളിലും ഒരു ഓട്ടം നമ്മൾ നടത്തിയെന്ന് മാത്രം ഇവിടെ നമുക്ക് 11 മണി ആവണേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടവർ, ഇനിയിപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കുള്ള ഒരു പ്രത്യേകത തന്നെ 1000 ആണ്ട് വാഴ്ച ഉണ്ടെന്ന് സ്ഥാപിക്കുകയും അതിനനുസരിച്ചുള്ള വചനങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മളത് ഒരൊറ്റ ഇതും കൊണ്ട് തീർക്കാം.
ഇന്ന് അതിന് സങ്കീർത്തന ഭാഗത്തുള്ള വാക്യം പത്രോസിൻ്റെ ലേഖനത്തിലുള്ള വാക്യം ബേസ് ചെയ്ത് നമ്മളുടെ പഠന രീതി ആ രീതിയിലാണ് തന്നെ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്കാവും, അത് ഉള്ളൂന്ന് വിചാരിക്കും. പക്ഷെ അതല്ല. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരോട് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന നമ്മൾ ഒന്നും ചെയ്യാൻ ഇവ 1000 ആണ്ട് ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നാം എവിടെയുണ്ട്? 1000 ആണ്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുണ്ട്. ഇല്ലെങ്കിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ അത്രയും ചെയ്തു. നമ്മളുടെ രക്ഷ നമുക്ക് നിലനിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല.